പറ്റോ എന്നാണ് പറ്റോ പറയാൻ? അതെ കൊച്ചു ചെറുക്കനായിട്ട് വണ്ടി നടക്കുന്നത് ചെറുക്കൻ വണ്ടിയാ നടക്കുന്നത്. ഇരുളപ്പത്തിനെ കാണാൻ വന്നാണോ? നന്നായി ചെറുക്കൻ ഇറങ്ങുമ്പോ പെണ്ണ് പുറകെ നടക്കുന്നുണ്ട്. പെണ്ണ് പയ്യ ഇറങ്ങി എടുത്തില്ലല്ലോ. ചെറുക്കൻ പിടിച്ചത് ഇറങ്ങിക്ക്. ആ വലതുകാലം വെച്ച് കണിക്കാട്ടെ. ഇനി വലത് വെച്ച് കയറിക്കും. വലതുകാലം വെച്ച് കയറി. 103 വയസ്സ്. ഈ അടുത്ത ദിവസം വരെ അവർ രോഗിയായി ഇരുന്നിട്ടേ ഇല്ല. വെല്ലുമച്ചല്ല, വെല്ലുമച്ചിന്റെ ചേട്ടത്തി. ഫലം തന്നിടുമേ നൂറുമെനത്തരുമേ താതന്റെ സന്നിധിയിൽ നാം ആനന്ദിക്കാം. ഫലം തന്നിടുമേ നൂറുമെനത്തരുമേ താതന്റെ സന്നിധിയിൽ നാം ആനന്ദിക്കാം. കൊയ്ത്തിലേക്ക് ഒന്നായി പോയിടം കൊയ്ത്തിലേക്ക് നാം ഒന്നായി പോയിടം കൊയ്ത്തിലേക്ക്. കണ്ണീരിൻ വിതയ്ക്കാം മാർക്കോട് കൊയ്യാം പ്രതിഫലം താൻ തരും നിശ്ചയമാ. കണ്ണീരിൻ വിതയ്ക്കാം മാർക്കോട് കൊയ്യാം പ്രതിഫലം താൻ തരും നിശ്ചയമാ. തരിശു നിറന്ന മുരുതിരിയിലാത്മാക്കളെ നേരിടുവാൻ. തരിശു നിറന്ന മുരുതിരിയിലാത്മാക്കളെ നേരിടുവാൻ. നിന്ന പരിദുഷി നാം സഹിച്ചിടുകില്ലെന്നും സന്തോഷിക്കും താതനോടത്ത്. നിന്ന പരിദുഷി നാം സഹിച്ചിടുകില്ലെന്നും സന്തോഷിക്കും താതനോടത്ത്. കൊയ്ത്തിലേക്ക് പ്രതിഫലം താൻ തരും നിശ്ചയമായി. കണ്ണീരിൻ വിതയ്ക്കാം മാർക്കോട് കൊയ്യാം പ്രതിഫലം താൻ തരും നിശ്ചയമായി. ഇത് മോളിമാവിടെ ബാക്കിയാ. സുസമ പണ്ട് പോലായിരുന്നു, ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. സുഷമ പണ്ട് ഇതുപോലെ ജോയിച്ചാനെ പാച്ചാന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. സുഷമ സ്പൂലും കൊണ്ട് ഓടി. അല്ല ചൂട്ട് കൊടുത്തിട്ടോ, അതുകൂടെ അവരെടുത്ത് വെച്ചു. പിന്നെ ബാബുവിനോട് സാബുവിനോട് അമ്മനോടൊക്കെ പറയാനുള്ളതെല്ലാം പറഞ്ഞു. പിന്നെ പറയാനൊക്കെ പറഞ്ഞോ? പിന്നെ അമ്മണി അമ്മയോടോ? ഇങ്ങോട്ട് വാങ്ങി. ബെന്നി ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പായിരുന്നു. സജി ഇപ്പൊ പറയടാ വല്ലോ ഒക്കെ. ബാബു സാബു ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കാണുമല്ലോ അല്ലേ? പിന്നെ ഓ ഇത് പ്രൈസ് കിട്ടിയതല്ലേ? ഒഫീഷ്യൽ ക്യാമ്പ് കോഡ് ഓഫ് ദി വേൾഡ് കപ്പ് USA 1990. മോനെ സണ്ണിയുടെ മോൻ. മോന്റെ പേരെന്നെ? ജുവൻ. ചുമക്കരുത്, അതിനകത്ത് സമ്പ്രദായം. പാപ്പ ഉന്നാച്ചൊക്കെ ബിരിയാണി പറയാനുള്ളതൊക്കെ പറഞ്ഞു. മോളമ്മയ്ക്കൊന്നും പറയാനില്ല ആരോടും.
ഇനി മാർച്ച് വരുന്ന പറഞ്ഞു. അങ്ങോട്ട് വരാൻ എങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കാന്ന് പറഞ്ഞു. മോനെ ഇങ്ങോട്ട് നോക്കട്ടെ. കുഞ്ഞാച്ചയ്ക്ക് ഒരു വീസ അറേഞ്ച് ചെയ്യാൻ പറ. മോന്റെ പേരെന്നാ? ജുവൻ. അമേരിക്കയിലെത്താൻ അമേരിക്കയിലെത്താനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ആ രണ്ടുപേരുടെ പിള്ളേർ രണ്ടുപേരുടെ സണ്ണിയും മുളമി അത്ര അകലെ വിട്ടിരിക്കുന്നത്. അത് പറ്റുക. ഇതാണ് പാസ്റ്റർ പീസ് ചാണ്ടി. പാസ്റ്റർ പീസ് ചാണ്ടി. എളിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ. റജിയെ ഇങ്ങോട്ട് നോക്കിയ റജി. അത് റജി എബനേസർ. ഡെന്നിസ് പോൾ. എന്ത് സലമാമി മതി. അതവനിപ്പോ തിന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു നാണം എവിടെ നിന്നുണ്ടായത് നമുക്ക്? എങ്ങും ഇല്ലാത്ത നാണം. ഡാനി അയ്യോ ഡാനി പത്രം താത്തു. ഡാനി ഇതാട്ടെ കഴിക്കുന്നു. എന്തേ ഡാനി കഴിക്കുന്നു. ഡാനി വല്ല പറഞ്ഞു പറയടാ. ഡാനി ക്രിസ്റ്റിയെ നിനക്കൊന്നും പറയാനില്ലേടാ? പറയടാ. ചിരിക്കാതെ ചിരിക്കാൻ ഡെന്നിസിന് എന്നാ പറയാനുള്ളേ? ഒന്നും പറയാനില്ലേ? മിനിസ്റ്ററോ? ഇവനാണോ യൂത്ത് മിനിസ്റ്ററോ? എല്ലാം പറഞ്ഞേ, ഇങ്ങോട്ട് പറഞ്ഞേ. പറയാനുള്ളതൊക്കെ എന്തുവാ നിനക്ക്? ഒന്നും പറയാനില്ലേ? അറേഞ്ച് ചെയ്യാൻ മതി. മോനെ ഡേവിസ് നിനക്കെന്നാ പറയാനുള്ളേ? ആ ചോദിക്കടാ. അതിന് കുഴപ്പം നിക്കടി. ഡേ അങ്ങോട്ട് പോയി നിക്കടി. ആ ബാബു ലീലമാമ എല്ലാവർക്കും കോപ്പി ഇത് ടേപ്പ് കൊടുക്കുന്നുണ്ട്. ജോലിയായി. കൊച്ചുമോള് പഠിപ്പിക്കുന്ന അവളെ കാണാം. അമേരിക്കക്ക് പോരാണ്. എറണാകുളത്തിരുന്ന മാസ്റ്റർ അല്ലേ? അത് തന്നെ. മാസ്റ്റർ ബോംബല്ലേ അല്ലേ? ഉല്ലാസ്നഗർ എത്ര വർഷമായിട്ട്? 12 വർഷമായി. ഉല്ലാസ്നഗറിലുണ്ടായിരുന്ന മാത്തിച്ചാനെയൊക്കെ അറിയതല്ലേ? മരിച്ചുപോയി. മാത്തിച്ചാന്റെ പെങ്ങളായാണ് എന്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചത്. ഇവിടെയുള്ള ജ്യേഷ്ഠൻ. അതെ ശീലമാമയൊക്കെ കൊണ്ട് കാണിക്കേണ്ടതല്ലേ? ശീലമാമയോട് വല്ല പറയണോ? ശീലമാമ വല്ലതും പറയാനുണ്ടോ? ആർക്കൊന്നും പറയാനില്ലേ? നാം അവിടെ ഇപ്രകാരം വായിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഗലാത്യലേഖ യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു.
ഒരു ദൈവവേദന ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ധൈര്യത്തോടെ പറയുന്നതായ ഒരു കാര്യം, സമർപ്പണത്തോടെ പറയുന്നതായ ഒരു കാര്യം, തന്റെ ജീവിതത്തിന്റെ ആകത്തുകയെ നോക്കിക്കൊണ്ട് അവന് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ അഭിമാനിക്കുന്നില്ല, എനിക്കും അത് പിടിച്ചുകൊള്ളാമോ എന്ന് കരുതിക്കൊണ്ട് താൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒരു വർഷക്കാലം നമ്മെ പിന്നിടുവാൻ തക്കവണ്ണം എവിടെയായി ക്രിസ്തുയേശുവിനാൽ നാം പിടിക്കപ്പെട്ടിരുന്നത് കൊണ്ട് ഒരു വർഷം കൂടെ വിജയകരമായി പിന്നിടുവാൻ തക്കവണ്ണം കർത്താവ് നമുക്കിടയാക്കി. എന്നാൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടി തികയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഗോള് പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയും ഓടുവാനുണ്ട്, പിന്നെയും അധ്വാനിക്കുവാൻ ഇവിടെയാകുന്നത്. ആകയാൽ കർത്താവ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഉത്തരവാദിത്വം ഏൽപ്പിച്ച സഹോദരന്മാരുണ്ട്, വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്ത സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ടില്ല. വലിയ ഉത്തരവാദിത്വം ഇനിയും നമ്മുടെ മുൻപാകെയുണ്ട്. ആകയാൽ നാം അതിനുവേണ്ടി അധ്വാനിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാനാകട്ടെ. അപ്പോൾ ഒന്നാമതാണ് അനുഗ്രഹീതമായ 20 മീറ്റിംഗുകൾ നടത്തിയതായി CM സെക്രട്ടറി കെ കുഞ്ഞുമോൻ അവകാശപ്പെടുന്നു. ബഹ്റിൻ ശാരോൺ സഭയുടെ ഈ വർഷത്തെ ജനറൽ ബോഡി യോഗം ഈ മാസം 31-ാം തീയതി വെള്ളിയാഴ്ച ശാരോൺ സഭ ഹാളിൽ കൂടുന്നതാണ്. കഴിഞ്ഞ 9 മാസത്തെ സഭാംഗത്തിലൂടെ സഹവിശ്വാസികളുടെ ശ്രദ്ധാകേന്ദ്രവും ശാരോൺ സഭയുടെ അഭിമാനഭാജനവുമായി തീർന്ന ബ്രദർ ജോൺ ജോസഫ് ഇന്ന് വൈകിട്ട് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. അതീവ അനുഗ്രഹീതനായിരുന്ന ഉറകൾ വീഴ്ചിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ശാരോൺ ഇന്റലിജൻസ് ബ്യൂറോ ഒരു പ്രത്യേക സമിതി അന്വേഷണം നടത്തുന്നതാണ്. സഭാ കമ്മിറ്റിക്ക് ഈ കാർപ്പറ്റ് ഇടപാടുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കമ്മിറ്റിയുടെ വാർത്ത വെളിപ്പെടുത്തി. ബഹ്റിൻ ശാരോൺ സഭാധ്യക്ഷൻ പാസ്റ്റർ മാതാവും സഹോദരൻ കുടുംബവും അമേരിക്കയിലുള്ള യാത്രാമധ്യേ ഒരു ഹ്രസ്വകാല സന്ദർശനാർത്ഥം ബഹ്റിനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ലോകപ്രശസ്ത സുവിശേഷകൻ ഡോക്ടർ ബില്ലി ഗ്രഹാം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് യൂറോപ്പിലുടനീളം ടെലിവിഷനിൽ നടത്തിയ സുവിശേഷ പ്രഭാഷണങ്ങൾ 55 രാജ്യങ്ങളിൽ 1000-ലധികം കേന്ദ്രങ്ങളിൽ ലഭിക്കുകയുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പെന്തക്കോസ്തിന്റെ ജന്മദേശമായ യെരുശലേമിൽ വെച്ച് നടക്കുന്നതാണ്. കോൺഫറൻസ് ചെയർമാൻ ഡോക്ടർ H. ഹ്യൂസ് വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. ആദ്യ പെന്തക്കോസ്ത് ദിനത്തിന് ശേഷം യെരുശലേമിൽ വെച്ച് നടക്കുന്നതും 90-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നതുമായ മഹാസമ്മേളനം പഴയ മാളികങ്ങളുടെ സമീപത്തുള്ള സുൽത്താൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും നടക്കുന്നത്. പെന്തക്കോസ്ത് ഐക്യത, പെന്തക്കോസ്ത് അനുഭവം, പെന്തക്കോസ്ത് വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളായിരിക്കും പ്രധാന ചർച്ചാ വിഷയങ്ങളെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ലോകത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ഷോർട്ട് വേവ് റേഡിയോ സ്റ്റേഷൻ ബിർമിംഗാമിലെ ഒരു പർവ്വതത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കെ കുഞ്ഞുമോൻ അവകാശപ്പെടുന്നു. ബഹ്റിൻ ശാരോൺ സഭയുടെ ഈ വർഷത്തെ ജനറൽ ബോഡി യോഗം ഈ മാസം 31-ാം തീയതി വെള്ളിയാഴ്ച ശാരോൺ സഭ ഹാളിൽ കൂടുന്നതാണ്. കഴിഞ്ഞ 9 മാസത്തെ സഭാംഗത്തിലൂടെ സഹവിശ്വാസികളുടെ ശ്രദ്ധാകേന്ദ്രവും ശാരോൺ സഭയുടെ അഭിമാനഭാജനവുമായി തീർന്ന ബ്രദർ ജോൺ ജോസഫ് ഇന്ന് വൈകിട്ട് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. അതീവ അനുഗ്രഹീതനായിരുന്ന ഒരു സഹോദരനാണ് ശാരോൺ സഭയ്ക്ക് നഷ്ടമാകുന്നതെന്ന് ബഹ്റിൻ ശാരോൺ സഭാധ്യക്ഷൻ പാസ്റ്റർ പി. സി. ചാണ്ടി വെളിപ്പെടുത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.
ആലോചിച്ചു നോക്കും. ഈ ഇതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ദിനാറിന് പകരം 900 പിൽസ് കൊടുക്കാൻ ബാക്കിയുണ്ട്. 100 പിൽസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അതങ്ങനെ തന്നെ തൻ്റെ കയ്യിലൊരു റൂമാൽ ഹാൻഡ് കപ്പ്, അതില് ഇദ്ദേഹം അത് ബന്ധവസ്ഥാക്കി നല്ല സേഫ് ആക്കിയിട്ട് അതങ്ങ് കെട്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചു. ഈ രാജാവായിട്ട് വരുമ്പോൾ ഇതെടുത്ത് എന്ത് ചെയ്യാം, ഇതാ നിന്റെ നീ തന്ന സംഗതി ഇതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാം എന്നിങ്ങനെ തീരുമാനിച്ച് വെച്ചു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. അതായത് മറ്റ് 2 ജീവിതങ്ങളും കർത്താവ് അവരേൽപ്പിച്ചതായ ഓരോ റാത്തൽ വെല്ലിക്കൊണ്ട് അവരെ ഓടി നടന്ന് കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്ത് ഇതാ അനേകം റാത്തലുകളെ കർത്താവിന് വേണ്ടി ഉണ്ടാക്കി. എന്നാൽ ഈ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? അവന് കിട്ടിയ റാത്തല് അവൻ ഉറുമാലില് അവൻ പൊതിഞ്ഞു വെച്ചു. എന്താണ് ഉറുമാൽ എന്ന് നമുക്കറിയാം. ക്രൈസ്തവർ എന്തിനാ ഉറുമാല്? നമ്മളുടെ ജീവിതത്തില് മുഖത്തൊക്കെ ഒന്ന് വിയർക്കുമ്പോൾ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ക്ലീനക്സ് കൊണ്ടാണ്. അവൻ ഹല്ലേലൂയ സുഖമായി ജീവിച്ചു. വിയർക്കേണ്ട ആവശ്യം അവന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വിയർക്കാണെങ്കിൽ എന്ത് ചെയ്യും? റുമാലെടുക്കുമല്ലേ? റുമാൽ തുടയ്ക്കാനത് എടുക്കും. പക്ഷെ ഒരിക്കൽ പോലും ജീവിതത്തില് അവർ റുമാൽ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരിക്കലും ഒരു വേർപ്പിന്റെ പ്രശ്നം ഒന്നിച്ചിട്ടില്ല. എന്നിലെ നീ പ്രവർത്തിച്ച് അനേകവിധമായ മടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് നിന്റെ റുമാൽ നീ യൂസ് ചെയ്യണം. അത് കാലത്ത് മൂടി വയ്ക്കുവാനുള്ളതല്ല, അത് കെട്ടിപ്പൊതിഞ്ഞ് എടുത്തു വയ്ക്കുവാനുള്ളതല്ല, കർത്താവ് തന്നിരിക്കുന്നതിന് യൂസ് ചെയ്യുവാനുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ ഒരു പണികളെ കുറിച്ച് കർത്താവ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നുണ്ട്. അതായത് 1 Corinthians 3-ാം അധ്യായത്തിലെ 10, 11, 12 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഒരുവൻ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ എന്ത് ചെയ്യുന്നു? ഇതാ സ്വർണം വെള്ളി വിലയേറിയ കല്ല്. ഇതാ ഒരുത്തൻ ഒന്നുമില്ലാണ്ട് അങ്ങോട്ട് പോകും. കാണുമ്പോൾ അയാൾ കൈ വീശിട്ടാ പോകും. കാരണം നോക്കിയപ്പോൾ അയാളുടെ കയ്യിലൊന്നും കാണാനില്ല. എന്നിട്ട് കർത്താവിനോട് എത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്താ ചെയ്ത്? അവൻ പോക്കറ്റിൽ നിന്ന് ഒരു കഷ്ണം. അവൻ ആളും മോശമില്ല. അവൻ അവിടെ എത്തിയപ്പോൾ നല്ലൊരു സ്വർണ്ണക്കട്ടി അവിടെ വെച്ചു. കർത്താവ് അവൻ വലിയൊരു പ്രതിഫലം കൊടുക്കും. വേറെ ഒരുത്തനും വന്നു. അവൻ ചെറിയൊരു സഞ്ചിയില്, ഈ പട്ടന്മാര് കൊണ്ടുവരണം ചെറിയൊരു സഞ്ചിയിൽ എന്തൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് കൊണ്ടുവന്ന് വെച്ചു. അതിനും നോക്കിയപ്പോൾ അതിനും പ്രതിഫലമുണ്ട്. വേറെ ഒരുത്തനും ഒന്നുമില്ല, കാര്യമായിട്ടൊന്നിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അവൻ വെച്ചപ്പോൾ അത് വിലയേറിയ കല്ലുകളാണ്, അതിനും പ്രതിഫലമുണ്ട്. എന്നാൽ വേറെ കുറെ പാർട്ടികളുണ്ട്, കൂലിക്കാരെ വിളിച്ചുകൊണ്ട് വരിക. ആളുണ്ട് കൂടെ ഒരു കൂലിക്കാരനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം അവരെ കൊണ്ട് ചോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വേറെ ആളുകൾ പിടിച്ചിട്ടുണ്ട് കൊണ്ടുവരാണ്. അപ്പോൾ വിചാരിക്കാൻ ഇവൻ ഭയങ്കര വർക്കാണ് ചെയ്തിരിക്കുന്നത്, ഭയങ്കര വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മരപ്പണിയില് നമുക്കറിയാം, അല്ലെങ്കിൽ സ്തോത്രം, എവിടെ മരപ്പണി നടന്നാലും തൊട്ടടുത്തുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ എന്താ മരപ്പണി നടക്കുന്നത്. കാരണം വെച്ചാൽ ഭയങ്കര തട്ടുമുട്ടൊക്കെ അറിയാം. ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും അറിയാല്ലേ. പ്രൈസ് ദി ലോർഡ്. അനേകരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ കൊട്ടിഘോഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഞാൻ ദൈവത്തിന് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിക്കുവാനുള്ളതാണ്. എന്നാൽ കർത്താവ് പറയും, നിന്റെ പ്രതിഫലം നിനക്ക് കിട്ടിപ്പോയി. നിന്റെ പ്രതിഫലം നിനക്ക് ഇവിടെ കിട്ടിപ്പോയി. നീ മലപ്പുറത്ത് നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്നതാണ്, ഇവിടെ വെക്കുക, അപ്പുറത്ത് ചെന്നിട്ട് ആ ബോക്സ് എടുക്കുക, അവിടെ നിൽക്കുക. ഇവിടെ നമ്മളുടെ സംഗതികളോട് കൊണ്ടുവച്ചിട്ട് നമ്മൾ അപ്പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ സ്വർണം വെച്ചാൽ നല്ല സന്തോഷം. കാരണം വെച്ചാൽ അത് കൂടുതൽ പ്രകാശത്തോട് കൂടി വരും. മോശമില്ല, ഞാൻ ഇത്രയും കാലം ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ വേറെ ഒരുത്തനെ വെച്ച് ഇതാ വെള്ളി വെച്ചു, അവനും നല്ല സന്തോഷം. കാരണം അത് തിളങ്ങിയിട്ടാണ് വരുന്നത്. പിന്നെയും കല്ല് നോക്കിയപ്പോൾ അത് നല്ല പ്രകാശമായിട്ട് വരുന്നു. എന്നാൽ ഇവരുടെയൊക്കെ മുഖം നല്ല പ്രകാശമായി സന്തോഷമായിരിക്കുമ്പോൾ ഇതാ വേറെ ഓരോ പാർട്ടികളെ കൊണ്ടുവന്നിരിക്കുന്ന വെച്ചാൽ ഇതിവിടെ എക്സ്റേ കൂടെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്തിട്ട്. വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ വെച്ചാൽ അയ്യോ കരിഞ്ഞ. ഹല്ലേലൂയ, സ്തോത്രം. ഭയങ്കരമായ പ്രവൃത്തികളാണ് തുടക്കത്തിലൊക്കെ. ഭയങ്കര ഈ പുല്ലിന്റെ കാര്യം നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. യശയ്യാവിന്റെ നമുക്കറിയാം. അതായത് സകലസാലിയുടെ പുല്ല് പോലെയാവുന്ന അതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു വെയിലടിക്കുന്നവരെ അതിന്റെ പരിപാടി. വെയിലടിച്ച് കഴിയുമ്പോൾ കൃഷ്ണന്റെ ഭംഗിയും പോയി, എല്ലാം പോയി, ആകെ ചുട്ടു പോകും. അപ്പോൾ ഈ പുല്ല് എങ്ങനെ വെച്ചാൽ വേണ്ടതുണ്ട്, നല്ലോണം ഇങ്ങനെ കൊണ്ടുവരികയാണ്. നല്ലോണം ഉണ്ട്, നല്ല പച്ചയൊക്കെയാണ്, കാര്യമൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ
അവിടെ വിട്ട് അപ്പുറത്തെ നമ്മൾ പച്ചയൊക്കെ പോയി ആള് കരിഞ്ഞ് കരിക്കട്ടം പോലെ വന്നിരിക്കുകയാണ്, വിഷമമായി. ഇതാ മൂന്നാമത്തവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കോല് ഈ വൈക്കോൽ തുരുമ്പോ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ വൈക്കോൽ തുരുണ്ടാന്ന് പറയും, ഈ തെക്കൻ ഭാഷയിൽ എന്താണ് വൈക്കോൽ കച്ചി. ഈ കച്ചിയൊക്കെ നമ്മുടെ നാട്ടിലെ ഈ സാധാരണ ഇങ്ങനെ വെക്കുന്നതിന് വലിയൊരു ഇത് കെട്ടിട്ട് ഇടല്ലോ പറമ്പില്, തുറു. തുറു. അപ്പൊ ഇദ്ദേഹം കണ്ണമാനം ഇങ്ങനെ നല്ല വലുപ്പത്തിൽ തുറു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം 4-5 ആൾക്കാരെ വിളിച്ചിട്ട് ഓരോ സൈഡും പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. എല്ലാം അതിനുള്ളിൽ കടന്നുമില്ല, കാരണം വെച്ചാൽ കണ്ണമാനാണ്. അപ്പോ ആൾക്കാർക്ക് ഇവരുടെ കാര്യം ഭയങ്കര പരിപാടിയാണ്. എന്താണ് അപ്പൊ പറയും പീസായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാണ്. പീസായിട്ട് കരിഞ്ഞ് അപ്പത്തേക്ക് സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പണികൾ എന്താണെന്ന് നീയാണ് ശോധന ചെയ്യാൻ പോകുന്നത്. ഈ ശോധന ചെയ്യും. സ്വർഗത്തിലൊക്കെ പോവും, പക്ഷേ പ്രതിഫലം നഷ്ടമാകും. ഹല്ലേലൂയ. ഒരാൾ കിരീടമെടുത്ത് വയ്ക്കുമ്പോൾ നല്ല കിരീടം, അയ്യോ എനിക്കിത് കിട്ടിയില്ല, ഞാൻ തൊട്ട് നോക്കട്ടെ, എനിക്ക് കിട്ടാമായിരുന്നു, പക്ഷേ എന്റെ പണികളൊക്കെയും വൃഥാ. കേൾവി നമ്മുടെ ജീവിതത്തിലെ തീരുമാനത്തിന്റെയും പ്രതിഷ്ഠയുമായി മാറ്റേണ്ടതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയം ചലിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മെ ദൈവം താഴ്ന്നുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രത്തോട് നമ്മൾ വായിക്കുന്നതായ സമയത്ത് ഈ കർത്താവ് തന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ച് എല്ലാവർക്കും താലന്ത് കൊടുത്തെന്ന് വായിക്കാൻ കഴിയും. 3 ദാസന്മാരെയാണ് അടുപ്പിലേക്ക് വിളിച്ചത്. 3 പേരെയും വിളിച്ചിട്ട് 3 പേർക്ക് താലന്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ അടുപ്പിലേക്ക് കടന്നു വരുന്ന എല്ലാ ദൈവമക്കൾക്കും ഏതെങ്കിലും ഒരു താലന്തെങ്കിലും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് യാതൊരു സംശയമില്ല. താലന്ത് ഏൽപ്പിക്കാതെ ആരും രാത്രി മീനിപ്പില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മെ ഏൽപ്പിച്ചത് താലന്ത് ദൈവത്തിന്റെ സ്തോത്രം നമ്മെ കർത്താവിന് വേണ്ടി ചെലവിടുവാൻ തക്കണം കർത്താവ് സഹായിക്കുവാനാകട്ടെ. അങ്ങനെയെങ്കിൽ Time to rejoice in our Lord. Okay? Rejoice in the Lord. Now boys, do you have any special song today? All right, look here. Dear Lord Jesus, how can I repay you? Dear Lord Jesus, how can I repay you? If you love me, no one ever has loved you. If you love me, no one ever has loved you. Oh, love, love, softer in my word is love. Love your neighbor as your brother, love, love, love.
ആർക്കും പ്രത്യേകമായ കഴിവുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവനാമത്തിൽ നമുക്ക് വേണ്ടി വിനിയോഗിച്ചു കൊടുത്തുകൊണ്ട് കർത്താവ് നമ്മൾ എല്ലാവരെയും കഴിഞ്ഞ നാൾ പ്രോഗ്രാം നടത്തിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ഗുജറാത്തിക്കാരും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ദൈവത്തിന്റെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവകൃപ നമ്മെ ധാരാളമായി ചൊരിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെ സംഭവിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി അതുകൊണ്ട് പ്രയാസമുള്ള വിഷയങ്ങളെ ഭാരത്തിൽ നിൽക്കേണ്ട, ഭാരത്തിൽ പ്രിയപ്പെട്ടവർ ഭാരത്തിൽ എങ്ങനെ വിനിമയം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഭാരത്തിൽ നിൽക്കേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും, അത് വിനിമയം ചെയ്യുവാനാക്കണം. പ്രിയപ്പെട്ടവരെ നമുക്ക് തീരുമാനത്തോടെ ദൈവത്തിനെ സഹായിക്കുവാനാകട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിരുന്ന് ഇന്ന് രാത്രി കാലമായി തന്നോളം സഹായിച്ച ദൈവത്തിന് അല്ല സണ്ണിച്ചാനും പിന്നെ ബേച്ചാനും ഒക്കെ അടുത്തെന്ന് പറഞ്ഞാൽ അവരും വലിയ ദൂരമില്ല. ആ ബെന്മോൻ ഉറങ്ങുന്ന കണ്ട അവന് ഉറക്കം വന്നിട്ടായിരിക്കും. എന്നാക്കളെ എന്നാ ഡാഡി വണ്ടി ഓടിച്ചോ? ഇല്ല എന്നെ പറഞ്ഞു അച്ഛൻ കയറുന്നോ? ഈ കടലായിരുന്നോണ്ട് നടുക്കൂടെ ഇവര് മണ്ണിട്ടങ്ങ് പൊക്കി പൊക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോകാനും കപ്പൽ പോകാൻ വേണ്ടി പൊക്കി പാലം പണിതിരിക്കുക. ഈ ഇടയ്ക്കിടയ്ക്ക് കംപ്ലീറ്റ് മണ്ണിട്ടങ്ങ് പൊക്കി അങ്ങനെ റോഡാക്കി. അത് ശരി. നമ്മൾ വെള്ളത്തിന് നടുക്കൂടെ പോകുന്നത്. അപ്പുറം ഇപ്പുറം വെള്ളമാണ്. കടലായിരുന്നു. 25 മൈൽ എത്ര? 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ. അതിൽ 15 കിലോമീറ്റർ സൗദി ഗവൺമെന്റ് അണ്ടറില്ല, 10 കിലോമീറ്റർ ബഹ്റൈൻ ഗവൺമെന്റ് അണ്ടറില്ല. അപ്പൊ നമ്മൾക്ക് 10 കിലോമീറ്റർ മാത്രമേ ദൂരം പോകാൻ പറ്റത്തുള്ളൂ. അത് ബഹ്റൈൻ ഗവൺമെന്റ് അണ്ടറിലുള്ള അത്രയും ഭാഗം മാത്രം. അവിടം വരെ പോകാനായിട്ട് വിസയുടെ ആവശ്യമില്ല. അതിനപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ സൗദി ഗവൺമെന്റ് അണ്ടറിലായതുകൊണ്ട് വിസ വേണം. ഇനി നമ്മൾ കയറാൻ പോകുന്ന ഈ വളഞ്ഞിരിക്കുന്നുണ്ടല്ലേ, അതിനടി കൂടെ ഷിപ്പൊക്കെ പോകുന്നു. ഞാൻ കപ്പൽ പോകുന്നു പറഞ്ഞു, ഷിപ്പ് പോകുന്നു പറഞ്ഞു. ഭയങ്കര താഴ്ചയാണ്. എന്തുമാത്രം പൊക്കിയാന്നറിയാം പാലം പണിതിരിക്കുന്നത്. ഒരു ഷിപ്പ് പോകത്തക്ക നിലയിൽ അത്രയും പൊക്കിയാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇതിനൊക്കെ വലിയൊരു അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോഴത്തേനും കടലിലെ നടുക്ക് ഇവിടെ ട്രെയിൻ പോകുന്നൊരു പാലമൊക്കെ ഉണ്ട്. അത് മിക്കവാറും അടുത്ത 94 ജൂൺ ജൂലൈയിലോ ഓപ്പൺ ചെയ്യുന്നുള്ള ഹോപ്പിലിരിക്കുന്നു. ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്നു, പണി തുടങ്ങുന്നു. ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ഈ ട്രാക്ക് ഇടുന്ന കാര്യമുണ്ട്, വഴികളെല്ലാം ശരിയല്ല. സ്പീഡിലാണ് വണ്ടി പോകുന്നത്. 140 അല്ല അമ്മച്ചി നടുക്കല്ലേ ഇരിക്കുന്നേ, അപ്പൊ നടുക്കാതുണ്ടല്ലോ ചവിട്ടാൻ. തണുപ്പില്ലല്ലേ? നിർത്താൻ പോണെന്ന് നിർത്താം. മുമ്പോട്ട് പോയി നിർത്താം. കാലാണ്ട് കാല അതുകൊണ്ട് കൊച്ചിനെ കല്ലിയാക്കല്ലേ. എങ്ങനെയുണ്ട് മോനെ ക്ലിന്റൺ വന്നതിന് ശേഷം? ഈ ക്ലിന്റനെ പറ്റി ഭയങ്കര അപരാധികളാണല്ലോ നമുക്ക്. ശരിയാണോ എന്തോ നിങ്ങൾ കേൾക്കുന്നത്? ആ ന്യൂസ് പേപ്പർ ഇവിടുത്തെ ജീവനത്തിൽ അടിച്ചു. ആ ഗ്യാരണ്ടിയുടെ ആ സൗണ്ട് കേൾക്കുമ്പോഴേ ആ സൗണ്ട് ഇല്ലാത്ത ഒരാൾ അതേ രീതിയിൽ അനൗൺസ്മെന്റ് നടത്തിയാൽ ഒരു വിലയില്ല. ആ സൗണ്ടും ആ ഗ്യാരണ്ടിയും കൂടെ കേൾക്കുമ്പോഴാണ്. അവിടെ 2 ഗോപുരം കണ്ടു, അത് 2 ഇമ്പോർട്ടൻ്റ് ആണോ? ആ ഉയർന്നിരിക്കുന്ന ഗോപുരം മോസ്കിന്റെ അല്ലേ ഡാഡി? ഇപ്പുറത്തേതല്ലേ അതിന്റെ ആ നൈറ്റ് കത്തുന്നില്ലേ, ചുവന്ന കത്ത്, അതാ നമ്മൾ അവിടെ കയറാൻ പോകുന്നു. സൗദി ഈ കാണുന്നത് നമ്മൾ കയറും. 2 അപ്പുറം ഇപ്പുറം ഒരുപോലെ കാണുന്നില്ലേ മണി? മണി കണ്ടോ? എത്രയാ? 16 ഫ്ലോറിന്റെ